ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ടു മൈ ചാനൽ. ഇതാണ് എൻ്റെ സ്റ്റിച്ചിങ് റൂം. ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നതും വീഡിയോസ് എടുക്കുന്നതും ഒക്കെ റൂമിലാണ്. അപ്പോൾ നമുക്ക് 3 to year കിഡ്സിൻ്റെ ഫ്രോക്ക് എങ്ങനെ തയ്ക്കണം നോക്കാം. ഞാൻ ഇതിൽ ക്ലോത്ത് കട്ട് ചെയ്തതിൻ്റെ വീഡിയോ ഇട്ടിട്ടില്ല, നമുക്കത് അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഫ്രോക്കിൻ്റെ ബോഡി പോർഷനിൻ്റെ വിഡ്ത്ത് 10 ഇഞ്ചും ലെങ്ത് വരുന്നത് 8 ഇഞ്ചും ആണ്. നെക്കിൻ്റെ ലെങ്ത് 3ഉം വിഡ്ത്ത് 2.25 എടുത്തിരിക്കുന്നത്. നമുക്കിനി ഇതിൽ ഫ്രണ്ട് പീസും ലൈനിങ് പീസും ആയിട്ട് അറ്റാച്ച് ചെയ്യാം. ഞാൻ ഇതിൽ ആദ്യം ലൈനിങ് പീസ് മാത്രമേ കട്ട് ചെയ്തിട്ടുള്ളൂ, ഫ്രണ്ട് പീസ് കട്ട് ചെയ്തിട്ടില്ല. ഒരു സ്ക്വയർ രൂപത്തിലൊരു ഫ്രണ്ട് പീസ് എടുത്തിട്ട് അതിനകത്ത് ലൈനിങ് പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് ലാസ്റ്റ് കട്ട് ചെയ്ത് മാറ്റിയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കിത് രണ്ടും ഒരേപോലെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി എക്സ്ട്രാസ് വരുന്ന പീസസ് എല്ലാം കട്ട് ചെയ്ത് മാറ്റി നമുക്ക് തിരിച്ചെടുക്കാം. തിരിച്ചെടുത്ത പീസിനെ 2 ഷോൾഡറും കൂടി ജോയിൻ ചെയ്ത് പ്രസ്സായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ആ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിത് മാറ്റി വെച്ചിട്ട് നമുക്ക് ബോട്ടം പീസ് നോക്കാം. ബോട്ടം പീസിൽ ഞാൻ എടുത്തിരിക്കുന്നത് 10 ഇഞ്ച് ലെങ്തും 3 മീറ്റർ വിഡ്ത്തുമാണ് എടുത്തിരിക്കുന്നത്. അതിന് ലൈനിങ് പീസിൽ ഞാൻ എടുത്തിരിക്കുന്നത് 10 ഇഞ്ച് ലെങ്തും അതുപോലെ തന്നെ 2 മീറ്റർ വിഡ്ത്തുമാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ജോയിൻ ചെയ്യാനുള്ള എല്ലാ പീസസും ജോയിൻ ചെയ്ത് എല്ലാം അടിഭാഗത്ത് മടക്കി അടിക്കാം. നമുക്കിതുപോലെ ബോട്ടം പീസിന് നന്നായിട്ട് ചെറിയ ചെറിയ പ്ലേറ്റുകൾ കൊടുക്കാൻ വേണ്ടിക്ക് നമ്മൾ ടെൻഷൻ സെറ്റിനെ മാക്സിമം ടൈറ്റ് ചെയ്തെടുക്കുക. അതുപോലെ സ്റ്റിച്ചിൻ്റെ ലെങ്തും ഏറ്റവും വലുതാക്കി ഇടുക. ലൈനിങ് പീസിൽ നമ്മൾ ചെറിയ ചെറിയ പ്ലേറ്റസ് കൊടുത്തതുപോലെ തന്നെ നെറ്റ് ഫാബ്രിക്കിലും നന്നായിട്ട് ചെറിയ ചെറിയ പ്ലേറ്റുകൾ കൊടുത്തിട്ട് ഈ ലൈനിങ് പീസും നെറ്റ് ഫാബ്രിക്കും കൂടി നമുക്ക് അറ്റാച്ച് ചെയ്തെടുക്കാം. ബോട്ടം പീസ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് മുകളിലുള്ള യോക്ക് പോർഷനുമായിട്ട് ജോയിൻ ചെയ്തെടുക്കാം.
ഫ്രോക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. മറ്റൊരു വീഡിയോയുമായി വരുന്നവരേക്കും ബൈ.